അപ്പോൾ സുഹൃത്തുക്കളെ ഏത് പൂക്കാത്ത മാവും പൂക്കിട്ടോ അങ്ങനെ ചെയ്താൽ. അപ്പോൾ തമിഴിൽ പറഞ്ഞ മാതിരി തന്നെയാണ് സംഭവം. ഇപ്പോൾ ഈ കൊമ്പ് കണ്ടില്ല നിങ്ങൾ, ഈ കൊമ്പാണ്. ഈ പൂച്ചുമ്പോൾ വേറെ എവിടെയും പൂത്തില്ല, ഒരു ഭാഗത്ത് മാത്രമേ ഒരു പൂ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ കൊമ്പുമ്മ മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത കൊമ്പുമ്മ മാത്രമാണ് പിന്നെ ഫുള്ള് പൂത്തിക്കണ്. കണ്ടോ നല്ല പൂ ഉണ്ടായിക്കണ്. ഈ മാവിൽ ഫുള്ള് പിന്നെ തളിരില് വന്നിക്കാണ്. ഒരു പൂവേറ്റ അപ്പുറത്ത് എവിടെ ഒന്ന് കണ്ടു എന്നല്ലാതെ ബാക്കിയില്ല, ഫുള്ള് തളിരില് വന്നിക്കാണ്, എവിടെയും പൂത്തില്ല. എന്നാൽ നേരെ മറിച്ച് ഈ കൊമ്പ് നോക്കി, ഈ കൊമ്പുമ്മ നോക്കി ഇഷ്ടം പോലെ പൂക്കള്, ഇഷ്ടം പോലെ പൂക്കൾ, എല്ലായിടത്തും പൂക്കൾ കിട്ടുകയാണ്. അത് പൂക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഞാനൊരു പിന്നെ 2 മാസം മുമ്പ്, ഒരു 3 മാസമൊക്കെ അയക്കും, ഇവിടെ എയർ ലെയർ ചെയ്തീന്. നമ്മൾ തൈ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടീന്, എയർ ലെയർ ചെയ്തീന്. ആ കൊമ്പാണിത് പൂത്തിക്കണത്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ കുറച്ച് പ്രായമായ മാവ് പിന്നെ പൂക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. മോതിരവളയം എന്നാ പറയാം. മോതിരവളയം ചെയ്തിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞാൽ എന്തായാലും പൂവിടും. അപ്പോൾ നമുക്ക് പൂക്കോ എന്നൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ കാണി എത്ര കാണും പൂക്കളാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. എയർ ലെയറിങ് ചെയ്ത ഈ ഒറ്റ കൊമ്പും വേണ്ടല്ലോ, പൂക്കളോട് പൂക്കൾ ഉണ്ടോ, ഫുള്ള് പൂക്കളാണ്. ഇവിടെ പൂക്കൾ, ആകെ പൂക്കൾ. ഇപ്രാവശ്യം പൊതുവെ പൂവിടുന്നില്ല മാവ്, കാലാവസ്ഥൻ്റെ ചേഞ്ച് കൊണ്ട് എന്താ അറിയില്ല. പിന്നെ ഇതേ കൊമ്പനാണ്ടോ ഇങ്ങനെ വന്ന് ഇവിടെ പൂവ്. മൂപ്പായ മാവ് കേട്ടോ, അതായത് ഇന്ന് കുഴിച്ചിട്ട് കണ്ട് നാളെ ചെയ്യാൻ നിൽക്കണ്ട. അത്യാവശ്യം കുറച്ച് മൂപ്പായൊരു മാവ്, നിങ്ങളവിടെ പൂക്കാത്ത മാവ് ഉണ്ടെങ്കിൽ ഒരു കൊമ്പിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും അത് പൂവിടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് മോതിരവളയം ഇടലെന്ന് അറിയാത്തവർക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മോതിരവളയം ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് വരയ്ക്കുക, ഇങ്ങനെ ചുറ്റുഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഒരു 3/4 ഇഞ്ചൊക്കെ മതി കേട്ടോ, ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിൽ വീണ്ടും വരയ്ക്കുക. ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു കൊമ്പുമ്മ ചെയ്യുക. എന്താ വെച്ചാൽ മരം മൊത്തം ചെയ്താൽ നിങ്ങളെ ചെയ്യൽ പൂക്കേറിയാൽ എന്താവും, കൊമ്പുണങ്ങും. ഞാൻ ഇപ്പോൾ ചെയ്തോടത്തോളം ഇതൊക്കെ പൂട്ടിക്കണ്, ഒന്നുമില്ല. ഈ തോല് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇതാണ് ചെയ്യേണ്ടത്. ഒരു 3/4 ഇഞ്ച് വീതിയിൽ വലിയ കുറച്ച് വണ്ണല്ല കൊമ്പാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ന് ചെറിയ കൊമ്പാണെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ മതി കേട്ടോ. അതിൽ തൊലി മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ മോതിരവളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തൊലി എടുക്കുക, മനസ്സിലായല്ലോ. ഇങ്ങനെ തൊലി എടുത്തിട്ട് അപ്പോൾ ഇത് ഇവിടേക്കില്ല പിന്നെ ഇതൊക്കെ നിൽക്കും, പിന്നെ വെള്ളമൊക്കെ ശരിക്കും ഊർജ്ജങ്ങളൊക്കെ പോലെ നിൽക്കും. അപ്പോൾ ഇത് പിന്നെ തളിര് വരില്ല, ഇല വരില്ല. അപ്പോൾ അങ്ങനെയാണത് പൂക്കണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും പൂക്കും കേട്ടോ.